അസ്സലാമു വെൽക്കം ടു യമ്മി കിച്ചൻ. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു എണ്ണയൊന്നും അധികം ഒഴിക്കാണ്ട് ഫ്രൈ രൂപത്തിലുള്ളൊരു ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ചേർത്തത്. എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ബിരിയാണി മസാല 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് കുഴയ്ക്കാം. പിന്നെ ഇത് നമുക്കിത് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളൊക്കെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം തീയൊന്ന് ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ വെള്ളമൊന്ന് വറ്റിച്ച് ഈ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എണ്ണ നമ്മൾ തീരെ ചേർക്കുന്നില്ല, അങ്ങനെ നമ്മളൊരു ഫ്രൈ രൂപത്തിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതുപോലെ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വറ്റിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും, ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വേണ്ട മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായി വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ഫ്രൈ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പില ഇതിലേക്ക് ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ നമ്മളിതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മസാലയൊക്കെ ഈ ചിക്കനിൽ ഫുൾ കണ്ട പാനിലുണ്ടായ മസാല മുഴുവൻ ഈ ചിക്കനിൽ പിടിച്ച് ആ ചിക്കനിലെ മസാലയൊക്കെ നന്നായി മുരിഞ്ഞ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ബിരിയാണിയൊക്കെ ഒരു സൈഡിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇതും റെഡിയാക്കി എടുക്കാം. പിന്നെ പൊരിച്ച് കോരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഫ്രൈ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.